ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും ഹനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഇതാ പേളി മാണിയുടെ ഫേവറേറ്റ് ആയ പാനിപ്പൂരിയാണ് കേട്ടോ. ഇതുണ്ടാക്കിയത് തന്നെ ആ ഒരു വീഡിയോ കണ്ട് കൊതി വന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കിയത് നോക്കാം, വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതാ ഞാനിവിടെ കുറച്ച് ഡേറ്റ്സ് ഈത്തപ്പഴം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ ശർക്കരയും എടുത്തിട്ടുണ്ട്, രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ കുറച്ച് പുളിയും എടുത്തിട്ടുണ്ട്, അതൊരു നെല്ലിക്ക വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം 6 പീസാണ് എടുത്തിട്ടുള്ളത്. ശർക്കരയും ഈത്തപ്പഴവും ഒരേ അളവിലാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച എല്ലാ സാധനവും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പുളി ഞാനൊന്ന് പിഴിഞ്ഞിട്ടാണ് ഇടുന്നത്. പുളി ഇങ്ങനെ തന്നെ ചേർത്താലും മതി. നമ്മൾ ഇവിടെ പുളിയും മധുരവും ഒക്കെ ബാലൻസ് ആയിട്ട് നിൽക്കണം. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പുളി ചേർക്കണം. അപ്പോൾ ഞാനിവിടെ ഒന്ന് അരിച്ചിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഇതാ നല്ലോണം തിളച്ച് അതിൻ്റെ ചൂടെല്ലാം മാറിയ സമയത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നന്നായി അരച്ച ശേഷം നമുക്കിതൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇത് നമ്മുടെ പേളി മാണിയുടെ ആ ഒരു വീഡിയോയിൽ പറഞ്ഞ സെയിം റെസിപ്പിയാണ് കേട്ടോ ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഡേറ്റ് സിറപ്പിലോട്ട് ഇതാ കുറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ പുളിവെള്ളം ആവശ്യമുണ്ട്. അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു പുളിനേക്കാളും കുറച്ചും കൂടെ വലിയ സൈസുള്ള പുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ കുറച്ച് സവാളയുണ്ട്, നല്ല ചെറുതാക്കി കട്ട് ചെയ്ത് സവാള വെച്ചിട്ടുണ്ട്, അത് 2 ഉണ്ട്. പിന്നെ ഇതാ നമ്മൾ കുറച്ച് മല്ലിയില ആവശ്യമുണ്ട്. പിന്നെ പുതിന വേണം. പുതിന കുറച്ച് കൂടുതലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് പുഴുങ്ങി ഉടച്ച് വെച്ചതാണ്, ഉപ്പിട്ട് വേവിച്ചത്. ഇനി നമ്മൾ എടുത്ത് വെച്ച ഈ ഒരു പുതിനയും മല്ലിയിലയും ഒക്കെ ഒന്ന് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അത് ഒരു കൈ നിറയെ പുതിന ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് കുറവായിട്ടാണ് നമുക്ക് മല്ലിയില എടുക്കേണ്ടത്. പിന്നെ അതാ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് ഞാൻ 2 എടുത്തിട്ടുണ്ട്. വലിയ സൈസ് ആയതുകൊണ്ട് ഞാൻ ഒരു ചെറിയ പീസ് മാറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിൽ മെയിനായിട്ട് വേണ്ടത് ഈ ഒരു പിങ്ക് സോൾട്ടാണ് കേട്ടോ. ഈ ഒരു സോൾട്ടിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ 1 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഈ ഒരു വലുപ്പത്തിലുള്ള ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ 1/2 ടീസ്പൂണോളം ചെറിയ ജീരകമാണ്, അത് വറുത്ത് പൊടിയാണ് നമ്മൾ ചേർക്കേണ്ടത്. പൊടി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു പൊടിക്കകത്ത് തന്നെ 1/2 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് അരക്കാൻ വേണ്ടി നമ്മൾ ആ നേരത്തെ കുതിർത്ത് വെച്ച ആ ഒരു പുളിവെള്ളമാണ് ആവശ്യം. അപ്പോൾ അത് കുറച്ച് കൂടുതൽ തന്നെ ഇതിലോട്ട് ഒഴിക്കുന്നുണ്ട്. 6-7 ടേബിൾ സ്പൂണോളം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നമ്മളൊരു വലിയൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മൾക്ക് കുറച്ച് കൂടുതൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ മിക്സിയിലോട്ടും കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പുളിവെള്ളവും കൂടി കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം, നോർമലായിട്ടുള്ള വെള്ളം ഒരു 2 കപ്പോളം വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എരിവും ഉപ്പും ഒക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ആ ഒരു വെള്ളം. ഇനി ഇതാ നമ്മുടെ പൂരി ഒന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന ആ ഒരു പൂരിയാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് ഈസിയിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിത് നല്ല തിളച്ച ഓയിലിലോട്ട് പൊരിച്ചെടുക്കാം. തിളച്ച എണ്ണയിലിട്ട് ഒന്ന് ഇളക്കിയാൽ തന്നെ മതി, പെട്ടെന്ന് അത് പൊങ്ങി വരും. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു വെള്ളം ഉണ്ടല്ലോ, അതിലേക്ക് ഒരു ലെമണിൻ്റെ ജ്യൂസും കൂടി ഒഴിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഇടുന്നുണ്ട്. 1 ലെമണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫുൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ സെർവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഒരു വലിയൊരു ബൗളിലോട്ട് നമ്മൾ വേവിച്ച് ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉപ്പൊക്കെ ഇട്ടിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലോട്ട് നമ്മൾ സവാള ചേർത്ത് കൊടുക്കുക. കുറച്ച് കൂടുതൽ തന്നെ സവാള വേണം. ഇതിൽ സവാളേൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 5-6 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് മിക്സാക്കുന്നത് കൈ കൊണ്ട് തന്നെ മിക്സാക്കണം എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഇത് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇതിലോട്ട് കുറച്ച് ചാട്ട് മസാലയും കൂടി ഇടണം എന്നായിരുന്നു എനിക്ക് തോന്നിയത്. പിന്നെ അതാ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ ഒരു ഡേറ്റ്സിൻ്റെ സിറപ്പ് ഉണ്ടല്ലോ, അതിലോട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്ത് ഇനി നമ്മൾ പൂരി ഇതൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്യാം.
അപ്പോൾ ഇതാ സംഭവം ഫുള്ള് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മളിതാ ഉരുളക്കിഴങ്ങിൻ്റെ ഉടച്ചത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഈത്തപ്പഴം സിറപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മധുരം ഇഷ്ടപ്പെടുന്ന ആൾ ഇത് കുറച്ച് കൂടുതൽ ഒഴിക്കാം. മധുരം എരിവാന്ന് ഇഷ്ടമെന്നുണ്ടെങ്കിൽ മറ്റേ സംഭവം കൂടുതൽ ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതൊരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇതിലോട്ട് ഒന്ന് മുക്കിയ ശേഷം നമ്മൾ ഈ ഒരു പാനിപ്പൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്ക്, നല്ല ടേസ്റ്റ് ഉണ്ട്. പാനിപ്പൂരിയൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഈ ഒരു ടേസ്റ്റിൽ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബായ്.